റിസോർട്ടിന്റെ സംരക്ഷകർ CPMO എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തായി ചർച്ച ചെയ്യുന്നത്. ശ്രീ മുല്ലക്കര രത്നാകരൻ, അങ്ങയുടെ സമിതിയുടെ റിപ്പോർട്ടുണ്ട്, ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗൗരവം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. അത് ഉൾക്കൊണ്ട് മാധ്യമപ്രവർത്തകർ ഇന്നലെ ഈ പ്രധാനപ്പെട്ട യോഗം കഴിഞ്ഞ് പിണറായിയോട് ചോദിക്കുന്നുണ്ട്, ഈ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന്. അതൊന്നും നമ്മുടെ മുന്നിൽ ഇപ്പോൾ എത്തിയിട്ടില്ല, പരിശോധിച്ച് അതെല്ലാം അപ്പോൾ തീരുമാനിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എടുത്ത ചില തീരുമാനങ്ങളായി അദ്ദേഹം പറയുന്നത് നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകളെ റദ്ദാക്കുന്നതിന് തുല്യമായതല്ലേ. 28 മരങ്ങൾ അത് വെട്ടി എടുക്കാവുന്നതാണ്. ഇതിലൊക്കെ ആർക്കെങ്കിലും സംശയമുണ്ടോ? റിസോർട്ടിൻ്റെ കാര്യത്തിൽ അങ്ങേ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒന്നാണല്ലോ അവിടുത്തെ ഭൂപ്രകൃതി കേൾക്കുന്ന പരിക്ക്. അതിൽ പിണറായിയുടെ സമീപനം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ സമീപനം എന്താണ്? നിങ്ങളെ ആ റിപ്പോർട്ടൊക്കെ നൽകാൻ അയക്കുന്ന നിയമസഭയുടെ ഒരു പ്രതിനിധി കൂടിയാണല്ലോ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ സമീപനം എന്താണ്? അവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ചുകൊണ്ട് വേണം റിസോർട്ടിൻ്റെ കാര്യത്തിലുള്ള നിയന്ത്രണങ്ങൾ വരാനെന്ന്. എന്ന് വെച്ചാൽ അദ്ദേഹം കാണുന്നേയില്ല അവിടെ കെട്ടിയുയർത്തപ്പെട്ടവയിൽ എത്രയൊക്കെ നിയമപരം, എത്രയൊക്കെ നിയമപരമല്ലാത്തത്. അദ്ദേഹം കാണുന്നതേയില്ല ആവശ്യക്കാരെത്ര, അനാവശ്യമായി അവിടെ കെട്ടിപ്പടുത്തതെത്ര. ഇതൊന്നുമല്ല നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടുകളെല്ലാം ഗൗരവത്തിലെടുത്ത് പ്രവർത്തിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ. അതല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ വ്യക്തമായി പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഒരു അധികാരത്തിന് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഞാനും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇത്തരം റിപ്പോർട്ടുകൾ, അതിപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ടാണെങ്കിലും പരിസ്ഥിതി കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും മറ്റ് റിപ്പോർട്ടുകളാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് അർത്ഥത്തിൽ തീർച്ചയായിട്ടും പരിശോധിച്ച് അതിനൊരു ആക്ഷൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് കോടതി വിധികളുണ്ട്. ഇപ്പോൾ 2010 കോടതി വിധിയുണ്ട്, 2014 2015, 16 ഇവിടെയെല്ലാം കോടതി വിധിയുണ്ട്. ആ കോടതി വിധിക്ക് അനുസരിച്ചാണ് കേരളത്തിൽ മറ്റെല്ലായിടത്തും അല്ലാത്ത പോലെ കളക്ടറുടെ പ്രത്യേകമായ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കാവൂ എന്നുണ്ട്. പക്ഷേ അതെല്ലാം അതിലംഘിച്ചുകൊണ്ടാണ് ഇത് മൂന്നാർ ടൗണിൽ മാത്രം ബാധകമാക്കി ചുറ്റുപാടുമുള്ളിടത്തെല്ലാം വലിയ റിസോർട്ടുകൾ ഈ 2010 മുതൽ 16 വരെയുള്ള കാലത്ത് വലിയ തരത്തിലുണ്ടായത്. അതിൻ്റെയൊക്കെ ഏറ്റവും ഭീകരമായ അവസ്ഥ നമ്മൾ പള്ളിവാസലിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ പേടി തോന്നും. പക്ഷേ ആ ദിശയിലല്ല ഈ സർക്കാർ പോകുന്നത്. അങ്ങ് എന്തിനാണ് ഇത്രയധികം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിന് ശേഷം മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യം, സാർ ഒരു സെക്കൻഡ്, സാർ ഈ കളക്ടറുടെ ഇപ്പോൾ ഈ 2010 വിധിക്ക് ശേഷം വരുന്ന അധികാരത്തെപ്പറ്റി പറയുന്നുണ്ട്. സബ് കളക്ടർക്ക് നൽകുന്ന ചുമതല പരിസ്ഥിതി സംരക്ഷണത്തിന് അത്രമാത്രം സഹായകരമാകുന്നുവെന്ന് ഇപ്പോൾ ശ്രീറാമിലൂടെ കാണുന്നുണ്ട്. പക്ഷേ ഈ മുഖ്യമന്ത്രി പറയുന്നത് റവന്യൂ അതോറിറ്റീസ് എന്നാണ്. ഹൈക്കോടതിയുടെ ആ വിധിയിലെ വാചകം റവന്യൂ അതോറിറ്റീസ്. ഈ പിണറായി വിജയൻ എന്തിനാണ് ഇത്ര പഴുതുകൾ തേടുന്നത്? പിണറായി വിജയൻ ഇത് ഓതിക്കൊടുക്കുന്നത് ആരാണ്? അങ്ങനെ റവന്യൂ അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ ശ്രീറാം മാത്രമല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിന് പറയുന്നത് ശ്രീറാം ഒരു സബ് കളക്ടർ ഒരു വലിയ ഏരിയയുടെ അധിപനാണ്. ദൂരെയുള്ള ആളുകൾക്ക് അവരുടെ പരാതിയുമായി അദ്ദേഹത്തെ വന്ന് കാണാനോ അദ്ദേഹത്തിന് ദൂരസ്ഥലങ്ങളിൽ പോയി സിറ്റിംഗ് നടത്താനോ കഴിയില്ല. അപ്പോൾ നാം മറ്റ് അതോറിറ്റീസിനെ അത് ഏൽപ്പിക്കും എന്ന് വെച്ചാൽ ശ്രീറാമിനെ അവിടെ നിർത്തി തന്നെ ഇല്ലാതാക്കുമെന്നാണ്. എന്നിട്ടും ശ്രീ മുല്ലക്കരയ്ക്കാണ് ഇത്ര വലിയ പ്രതീക്ഷ. അതല്ല, അതിൽ വേണോ അതിനെ എങ്ങനെ കാണണ്ട? അതായത് പരിസ്ഥിതി കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ശുപാർശ എന്താണ്? മൂന്നാറിലെ പഞ്ചായത്തിനും മൂന്നാറിലെ മറ്റ് സംവിധാനങ്ങൾക്കുമുള്ള ഈ കെട്ടിടം കെട്ടാൻ അനുവാദം കൊടുക്കാനുള്ള അവകാശം അവരിൽ നിന്ന് മാറ്റി മൂന്നാറിലെ പരിസ്ഥിതി വികസന അതോറിറ്റി ഉണ്ടാക്കി അതിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് 8 സോണുകളെങ്കിലുമായി തിരിച്ച് ഓരോ സോണിലും കെട്ടിടത്തിൻ്റെ പൊക്കവും രൂപവും ഉൾപ്പെടെ പ്രകൃതി സൗഹാർദ്ദമാക്കുന്നത് എങ്ങനെ, അത് ഗവൺമെൻറ് കെട്ടിടമാണെങ്കിൽ പോലും അത്തരം നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കാൻ ബാധ്യസ്ഥരാണ് ഒരു പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം കാക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്. അതുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ നേരിട്ടുള്ള ചോദ്യം, റവന്യൂ അതോറിറ്റീസിനെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് പിണറായി വിജയൻ പറയുന്നതിനോട് യോജിപ്പുണ്ടോ CPIക്ക്? അല്ല, ഞാൻ പറഞ്ഞതല്ല, മൂന്നാറിലെ പ്രശ്നം അതിന്റെ വിശാലതയിൽ കാണണം. തീർച്ചയായും ശ്രീറാം വെങ്കട്രാമന് വിദൂര ദേശങ്ങളിലേക്ക് പോകാൻ കഴിയില്ല.
നാട്ടുകാർക്ക് ദൂരത്ത് നിന്ന് ശ്രീറാം വെങ്കിട്ടരാമനെ കാണാൻ ഇങ്ങോട്ടും വരാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ മറ്റ് അധികൃതരെ ചുമതലപ്പെടുത്തുന്നു. ഈ തീരുമാനം ശരിയോ? അല്ലെ, ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പരിസ്ഥിതി കമ്മിറ്റിയുടെ നിർദ്ദേശമാണെങ്കിലും മറ്റ് നിർദ്ദേശങ്ങളാണെങ്കിലും അതിൻ്റെ സമഗ്രതയിൽ എന്താണെന്ന് വെച്ചാൽ മൂന്നാറിൻ്റെ പരിസ്ഥിതിയും മൂന്നാറിൻ്റെ കുളിരും മൂന്നാറിൻ്റെ അഴകും ഒക്കെ ഈ സതുദ്ദേശത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ഈ ആദ്യത്തെ ചുവടുവയ്പുണ്ടല്ലോ, ആ ആദ്യത്തെ ചുവടുവയ്പ് എന്ന് പറയുന്നത് ശ്രീറാമിന് മാത്രമായിട്ടല്ല ചുമതല കൊടുക്കാൻ പോകുന്നത് എന്ന ദിശയിലാണെങ്കിൽ അങ്ങേക്ക് കുളിര് കിട്ടുമോ കുറേ നാൾ കഴിയുമ്പോൾ? അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക ഭൂപടത്തിൻ്റെ ടൂറിസം മേഖലയിൽ നിന്ന് ഈ മൂന്നാറിൽ നിയന്ത്രണം വന്നില്ലെങ്കിൽ മൂന്നാർ അധികകാലത്തിന് മുമ്പ് മാഞ്ഞു പോകും. ശരി ശരി, മൂന്നാർ അങ്ങയുടെ സതുദ്ദേശം ഞാൻ ഉൾക്കൊള്ളുന്നു. ഞാൻ തിരികെ എത്താം. ശ്രീ കെ വി ശശി, 25 ദിവസം നീണ്ട സമരം നിങ്ങളിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കർഷക സംഘം എന്തുറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങൾ ഉണ്ടായി അതുകൊണ്ട് സമരം അവസാനിപ്പിക്കാം എന്ന നിലപാട് നിങ്ങൾ സ്വീകരിച്ചത്? ശ്രീ കെ വി ശശി, അങ്ങേക്ക് ഇതെല്ലാം കേൾക്കാം. കേൾക്കുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ എസ് രാജേന്ദ്രൻ താങ്കൾ ടെലിഫോണിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ എസ് രാജേന്ദ്രൻ എം എൽ എ, ശ്രീ എസ് രാജേന്ദ്രൻ എം എൽ എ, പറയൂ. ഈ 25 ദിവസത്തെ സമരമൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കർഷക സംഘം. എന്തുകൊണ്ട്, എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിൽ? ഞാന് അതിന് മുമ്പ് 2 കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, കേരളത്തിന്റെ സാംസ്കാരിക രീതി അനുസരിച്ച് ചിലപ്പോ അച്ഛനെ പേര് വെച്ച് വിളിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതി ശരിയല്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? നിങ്ങളുടെ പ്രശ്നമെല്ലാം ഞാൻ കേട്ടു. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കോടിയേരി ട്രിബ്യൂണലും ഓർഡിനൻസും കൊണ്ടുവന്നല്ലോ. ഇവിടെ പി കെ പ്രകാശ് പറഞ്ഞല്ലോ. അതേപോലെ 3400 പേർക്ക് സ്ഥലം കൊടുത്തല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള 5 വർഷക്കാലം ഒന്നും നടന്നല്ലോ. നിങ്ങൾക്ക് എന്തായിരുന്നു പണി? ഇത് ഒന്നുമില്ലാതെ ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ, എല്ലാ പ്രശ്നങ്ങളും ഇന്ന് വരെ എങ്ങനെ ഉണ്ടായിരുന്നോ അതിന് മാറ്റം വരുത്താൻ, നാളെ ഒരു നല്ല മൂന്നാർ, അത് നല്ല സന്ദേശം പരിസ്ഥിതിയോടുകൂടി അതിനു വേണ്ടിയിട്ടുള്ള നിയന്ത്രണത്തോടുകൂടി ഒരു മൂന്നാർ കൊണ്ടുവരാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നില്ല, നല്ല കാര്യമുണ്ട്. ഞങ്ങൾ വലിയ കയ്യേറ്റത്തിന് എതിരാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോഴാണ് പിന്നെ പറയുന്നത്. ഒരു കയ്യേറ്റക്കാരനെ കാണിച്ചു തരാമോ? അങ്ങേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടെ ആ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ആളാണല്ലോ. ഇങ്ങനെ ഒരു റിസോർട്ട് അവിടെ കയ്യേറ്റക്കാരനായി നിയമം ലംഘിച്ച് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു പേര് പറയാമോ ശ്രീ എസ് രാജേന്ദ്രൻ? ഒരു പേര് ഇതാണ് കാര്യം പിടിക്കാത്ത ആളുകളാണ് നിങ്ങള്. ഞങ്ങൾ അറിഞ്ഞിട്ടാണ് അവിടെ റിസോർട്ട് വരുന്നത്. ശ്രീ എസ് രാജേന്ദ്രൻ ഒരു പേര് പറയാമോ? ഒരു റിസോർട്ടിന്റെ പേര് പറയാമോ ഇവിടെ നിയമം ലംഘിച്ച് നിൽക്കുന്നു എന്ന്? ഞാൻ പറയുന്നത് കേക്ക്. ഒന്ന്, ഞങ്ങൾ അനുവാദത്തോടു കൂടിയാണോ അവിടെ റിസോർട്ട് വരുന്നത്? അതിന് ബിൽഡിംഗ് റോഡ് ഉണ്ട്, കളക്ടേഴ്സ് ഉണ്ട്, റവന്യൂ റെക്കോർഡ് ഉണ്ട്, കാലാകാലമായി ഉള്ളത്. അതിന്റെ പേരിലാ വരുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഒരു സത്യം പറയാം, അവിടെ പൂർണ്ണമായി എല്ലാ ഓണർമാരും ഞങ്ങൾക്കറിയില്ല, ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങളൊന്നും കാശ് വാങ്ങിക്കാൻ നിൽക്കുന്ന ആളുകളുമല്ല. ഞങ്ങൾ നല്ലപോലെ സാധാരണക്കാരനും തോട്ടം തൊഴിലാളി ആദിവാസികളും നിൽക്കുന്നതാ. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നടക്കുന്ന സമരം സബ് കളക്ടർ അവതാര പുരുഷനൊന്നുമല്ല, സുരേഷ് കുമാരുടെ ഉപദേശിയും പ്രേതം പിടിച്ച ആളുവാ. അതിന്റെ കൂടെ പി കെ പ്രകാശൻ നിങ്ങളെല്ലാം കൂടി ഞങ്ങളെ വട്ടനാക്കാൻ നോക്കിയാണ്ടല്ലോ, അത് ശരിയാവില്ല. ഞങ്ങൾ പറയുന്നതിന് നിങ്ങൾ അല്പമെങ്കിലും മാനിക്കണം. ഈ പ്രദേശം പോലെ ഈ കേരള സംസ്ഥാനത്ത് ഹൈക്കോടതി വിധി വിധിച്ചെന്ന എണ്ണ പട്ടയത്തിന് നിയന്ത്രണം ഉണ്ടാവണമെന്ന്, അതല്ലാതെ ബാക്കിയെല്ലാം നിയന്ത്രിക്കണമെന്ന്. എന്താ ഇവിടെ മാത്രം നിയന്ത്രണം, ബാക്കിയെല്ലാം ഇത് മൂന്നാറ് ഇടുക്കിയും കേരളത്തിൽ? അങ്ങയുടെ വാദം മുഴുവൻ റിസോർട്ട് മാഫിയക്ക് വേണ്ടിയിട്ടാണ്. അങ്ങയുടെ വാദം മുഴുവൻ റിസോർട്ട് മാഫിയക്ക് ഇല്ലല്ല. മൂന്നാറിലെ കാര്യം ചോദിക്കുമ്പോൾ അങ്ങയുടെ അല്ലല്ല, മൂന്നാറിലെ കാര്യം പറയുമ്പോൾ അങ്ങയുടെ കിടപ്പാടത്തിന്റെ കാര്യം പറയും. പൊതുവായിട്ടുള്ള കയ്യേറ്റത്തെ പറ്റി പറയുമ്പോൾ ചോദിക്കും കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത പ്രത്യേകത എന്തുകൊണ്ട് മൂന്നാറിലാണ്. വാദങ്ങൾ മുഴുവൻ റിസോർട്ട് മാഫിയയ്ക്ക് അനുകൂലമായി. വാദങ്ങൾ മുഴുവൻ റിസോർട്ട് മാഫിയയ്ക്ക് അനുകൂലമായി. വാദങ്ങൾ മുഴുവൻ റിസോർട്ട് മാഫിയയ്ക്ക് അനുകൂലമായി മാത്രമാണ്. ശ്രീ എസ് രാജേന്ദ്രൻ, ശ്രീ എസ് രാജേന്ദ്രൻ, അങ്ങ് വി എസ് ശരി വീരേന്ദ്രകുമാറിന്റെ കാര്യത്തിന് എം പി വീരേന്ദ്രകുമാർ മറുപടി പറയട്ടെ. അല്ല, എം പി വീരേന്ദ്രകുമാർ അതിന് മറുപടി പറയട്ടെ. ശ്രീ രാജേന്ദ്രൻ വി എസ് അച്യുതാനന്ദനെ ഒന്ന് ബോധ്യപ്പെടുത്തൂ. ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് CPIയുടെ നിലപാട്
സഹായകരമാകുമോ ഇത്തവണ VS? CPIയുടെ നിലപാട് VSന് സഹായകരമാകുമോ എന്നാണ് അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. കഷ്ടി 4 മിനിറ്റ്. ഞാൻ PK പ്രകാശിലേക്കും ശ്രീ ജോസഫ് സി മാത്യുവിലേക്കും മാത്രമാകും പോവുക. ശ്രീ ജോസഫ് സി മാത്യു, കഴിഞ്ഞ മൂന്നാർ ദൗത്യം പൊളിച്ചതിന് എന്തായാലും CPIയുടെ ഇടം തിരിഞ്ഞുള്ള നിൽപ്പായിരുന്നു. ഇത്തവണ CPI മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ VSനെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന വലിയൊരു സാധ്യതയാണ് CPIയുടെ നിലപാടെന്ന് കരുതാമോ? കഴിഞ്ഞ മൂന്നാർ ദൗത്യവും CPIയിലെ ഒരു വിഭാഗം എന്ന് പറയുന്നത്, എല്ലാ പാർട്ടിയിലും അത്തരം ചില വിഭാഗങ്ങളുണ്ട്. അതായിരിക്കും കൂടുതൽ ശരി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞതിനോടും കൂടി ഞാനൊന്ന് പ്രതികരിക്കട്ടെ. യഥാർത്ഥത്തിൽ പാർട്ടി അതിലെ പവർ ആയിരുന്നു ലക്ഷ്യമെങ്കിൽ HMD വിവാദത്തിലും മൂന്നാർ വിഷയത്തിലും VS അങ്ങനെ ഒരു നിലപാടെടുക്കില്ലായിരുന്നു. അത് കാരണം 2 ജില്ലാ കമ്മിറ്റികളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പോട്ടെ, അത് ചരിത്രം. പക്ഷേ അതിനപ്പുറത്ത് നേരത്തെ പ്രകാശ് പറഞ്ഞു VS ശ്രമിച്ചോ ഇല്ലയോ എന്നുള്ളതായിരുന്നില്ല പറഞ്ഞത്, പിണറായി അത് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതായിക്കോട്ടെ. പക്ഷേ അതിൽ പാർട്ടി എടുത്തൊരു കൂട്ടായ നിലപാടാണെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം തീർച്ചയായിട്ടും പിന്നോട്ട് പോയി. ഇത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല നമസ്കാരം എന്ന് അന്ന് പാർട്ടി സെക്രട്ടറി വിഡ്ഢികൾക്കൊരു നല്ല നമസ്കാരം ഞാൻ പറയുന്നത്. അതിനുശേഷം പുറകോട്ട് പോയി ആ സ്റ്റേറ്റ്മെന്റ്. നല്ല നമസ്കാരം ഞാൻ ഓർക്കുന്നുണ്ട്. നയനാർ അനുസ്മരണത്തിൽ പയ്യാമ്പലത്ത് വെച്ച് വേണു ഞാൻ പറയുന്നത്, മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം നവീന മൂന്നാർ എന്നുള്ള രീതിയിൽ VS അത് പ്രസംഗങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നടക്കുന്നത് മൂന്നാർ KDH വില്ലേജിൽ നേരത്തെ പ്രകാശ് പറഞ്ഞതുപോലെ അവിടെ ടാറ്റ കമ്പനിയുടെ ഒരു പിടിമുറുക്കിയ ഒരു സാഹചര്യം അവിടെയുണ്ട്. അവിടെ പരിസ്ഥിതി നാശമില്ലെന്ന് പലരും പറയുന്നുണ്ട്. അത് ശരിയല്ല. അവിടെ 23,000 ഏക്കർ തേയില നടന്നിടത്ത് 17,000 ഏക്കറോളം യൂക്കാലിപ്റ്റ് നട്ടുവെച്ചിരിക്കുകയാണ്, ഗ്രാൻഡസ് നട്ടിരിക്കുകയാണ്. ഇതിനൊരു പ്രപ്പോർഷൻ പോലും ഇല്ല. യഥാർത്ഥത്തിൽ ഈ 57,000 ഏക്കർ ഭൂമി നമ്മൾ കൊടുത്തിരിക്കുന്നത് അവിടുത്തെ തൊഴിലാളികളുടെ പാർപ്പിട സൗകര്യത്തിനും അവരുടെ ഗ്രേസിംഗ് ലാൻഡും കാര്യങ്ങൾക്കെല്ലാം കൂടിയാണ്. അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് മൂന്നാറിൽ ശക്തമായൊരു ഇടപെടലിന് KDH വില്ലേജിൽ തീർച്ചയായിട്ടും അതിന് സ്കോപ്പുണ്ട്. മറിച്ച് ചിന്നക്കനാൽ, പള്ളിവാസൽ, ബൈസൺ വാലി ആ പ്രദേശത്തെല്ലാം ഈ റിസോർട്ട് മാഫിയ വന്നിട്ട് കിട്ടാവുന്ന ഏക്കറുകൾ സ്ഥലമെല്ലാം കണ്ടുപിടിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസൈൻമെൻറ്റ് കമ്മിറ്റി കൂടാതെ ഒരു വ്യക്തി പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയക്കാർ ചൂണ്ടിക്കാണിക്കുന്ന അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണത്. അങ്ങനെ അവിടെ റിസോർട്ടുകൾ വരികയും ആ പ്രദേശം തന്നെ ചിന്നഭിന്നമാവുകയും ചെയ്യുന്നു. കിണറിടിഞ്ഞ് താഴുന്നു, ചുവന്ന മഴ പെയ്യുന്നു, അവിടെ മലയിടിഞ്ഞ് വീഴുന്നു. ഇതൊന്നും നമുക്കൊരു സിഗ്നൽ ആകുന്നില്ല. അതുകൂടാതെ സർക്കാർ വക പൊട്ടിപ്പുറത്ത് തേനി ബോർഡറിൽ 4.5 കിലോമീറ്ററോളം താഴ്ചയിൽ തുരങ്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹരിത ട്രൈബ്യൂണൽ അതിൽ ഇടപെട്ടു. മെഡിക്കൽ കോളേജ് പണിയുന്നത് യാതൊരു പഠനവും ഇല്ലാതെ, ഒരു മെഡിക്കൽ കോളേജ് വേണ്ടാമെന്നല്ല, അതിന് നടത്തേണ്ട ചില പഠനങ്ങളും ചില മുൻകരുതലുകളും ഉണ്ട്. അപ്പോൾ ആ പ്രദേശം അങ്ങനെ അങ്ങ് നിന്നോളും എന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണ്. അതങ്ങനെയല്ല എന്ന് അവിടുത്തുകാരെ ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഇവരെങ്ങനെയാണോ കയ്യേറ്റക്കാർക്ക് വേണ്ടി ആ പാവങ്ങളെ അണിനിരത്തിയത് അതേപോലെ തന്നെ തിരിച്ചണിനിരത്താൻ ഒക്കും എന്നുള്ളതിന് ഒരു തെളിവും കൂടിയാണ് പെമ്പളെ ഒരുമേ സമരം. ശരി, ശ്രീ PK പ്രകാശ് അവസാനമായി ചുരുക്കം വാക്കുകൾ മറുപടി പറയുക. അന്ന് പാർട്ടി തലത്തിലായിരുന്നു പ്രതിരോധം, ഇന്ന് അതിൻ്റെ ആളുകൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്ന് CPI ഒരു തടസ്സമായിരുന്നു, ഇന്നിപ്പോൾ CPIയുടെ നിലപാട് VSനെ സംബന്ധിച്ച് അനുകൂലവുമാണ്. 2007 വീണ പരിക്കിന് മധുരമായൊരു പ്രതികാരം ചെയ്യാനുള്ള സാധ്യതയായി ഇന്ന് വളരെ സന്തോഷവാനായി മാധ്യമങ്ങളെ കണ്ട VSനെ മനസ്സിലാക്കാമോ? ചുരുക്കം വാക്കുകളിൽ പ്രകാശ്. ഇല്ല, കാരണം വെച്ചാൽ 2007 CPIയുടെ പന്ന്യൻ രവീന്ദ്രനെ VS വിശേഷിപ്പിച്ചത് പിന്നിൽ താടി വളർത്തിയ ആളെന്നാണ്. CPIയുടെ പാർട്ടി ഓഫീസ് കയ്യേറ്റ ഭൂമിയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞു, ചില പുതിയ കാര്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു, VS അച്യുതാനന്ദൻ ഒരു നിലപാട് മുന്നോട്ട് വച്ചിരിക്കുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായം, ഇത്തരം രാഷ്ട്രീയ തർക്കങ്ങൾക്ക് അപ്പുറത്ത് പിണറായി വിജയനും VS അച്യുതാനന്ദനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും CPIയും എല്ലാം ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുപാട് പേർ ഭൂരഹിതരായുള്ള കേരളത്തിൽ ടാറ്റയുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത്, റിസോർട്ട് മാഫിയയുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത്, അവിടുത്തെ പരിസ്ഥിതി സംരക്ഷിച്ച് സമഗ്രമായ ഒരു മൂന്നാർ സംരക്ഷണ ഭൂവിതരണ പദ്ധതി അത് നടപ്പാക്കാൻ ഇടതുപക്ഷ മുന്നണി സർക്കാരിനാകുമോ? അത് സാധ്യമായാൽ അതിൻ്റെ അംഗീകാരം പിണറായിക്കും VSനും കാനൻ രാജേന്ദ്രനും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ലഭിക്കും. അത് കഴിയുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. ശരി, VS എന്തായാലും ഭൂമാഫിയയുടെ ആളുകൾ പാർട്ടിയിലും സർക്കാരിലും ഉണ്ടെന്ന ഗൗരവതരമായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആദ്യ വെടി പൊട്ടിച്ചിരിക്കുകയാണ്. മൂന്നാറിലേക്ക് പോകും എന്ന മുന്നറിയിപ്പും VS നൽകുന്നുണ്ട്. അങ്ങനെ വീണ്ടും VS മൂന്നാറിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അതൊരു വെടിക്കെട്ടിന് തിരികൊളുത്തുന്നത് പോലെയാകും. ആ കരിമരുന്ന് പ്രയോഗത്തിൽ ആർക്കെല്ലാം കരിപുരളും എന്നത് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.